ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം പിന്നെയും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഔട്ടിങ്ങാണ്. ഈസ്റ്ററായിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വെറുതെ വീട്ടിലിരിക്കണ്ട, അതിൽ നല്ല നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ വീട്ടിലുള്ളവരെയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ മുന്തിരിത്തോട്ടം കാണാനായിട്ട് പോവാണ്. കമ്പത്താണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഹോട്ടലുകളൊന്നും മിക്കതും തുറക്കുന്നില്ലല്ലോ ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് വഴിയിൽ വെച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങളത് ആ മുന്തിരിത്തോട്ടത്തിലെത്തി. എൻ്റെ പൊന്നോ, എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ട് നോക്കുമ്പോൾ ആ മുന്തിരിങ്ങകളൊക്കെ ഇങ്ങനെ പഴുത്ത് തൂങ്ങി കിടക്കുക. എനിക്ക് പറിച്ച് തിന്നണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ പറഞ്ഞു ഒരെണ്ണം പറിച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപ ഫൈൻ എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇങ്ങനെ കണ്ട് നിന്ന് കൊതിവിടാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ദൂരെ വേണമെങ്കിലും വാങ്ങാം കേട്ടോ. കിലോയ്ക്ക് 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് മുന്തിരിങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ അതിൽ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിമാരൊക്കെ ഇതിൽ ലൈവായിട്ട് നിന്ന് മുന്തിരിങ്ങ പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേടി, ഇനിയിപ്പോൾ എൻ്റെ കുട്ടികൾ ഇത് പറിക്കുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ ഞാൻ നിൽക്കണത്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും പറിച്ച് പോകാൻ തോന്നും. ജസ്റ്റ് ഒന്ന് തൊട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എങ്ങാനും കൈ വെച്ച് പറിച്ചിട്ടുണ്ടെങ്കിലോ എന്നോർത്ത് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഈസ്റ്റർ നല്ല അടിപൊളിയായിട്ട് മുന്തിരിത്തോട്ടത്തിൽ പോയി ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.